ഹായ് ഗൈസ്, നമസ്കാരം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അന്ധകാരനഴി ബീച്ചിലാണ്. ചേർത്തല താലൂക്കിന് കീഴിൽ വരുന്ന പട്ടണക്കാട് പഞ്ചായത്തിലാണ് ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എത്തിയപ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞപ്പൂസിന്റെ കണ്ണിലേക്ക് ആദ്യം എത്തിയത് ഐസ്ക്രീം തന്നെയാണ് കേട്ടോ. ആൾ ഐസ്ക്രീം വേണം എന്നുള്ള ഒരേ ഒരു വാശിയിലായി. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു. അപ്പോൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് ആളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ ബീച്ചിലിങ്ങനെ നിന്നു. പിന്നെയാണ് ആളുടെ കണ്ണ് അവിടെ ഈ കാറ്റാടിയും പട്ടമൊക്കെ വിൽക്കുന്ന ഒരു ചെറിയൊരു കടയുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് എത്തിയത്. അപ്പോൾ കാറ്റാടി വേണം എന്നായി. അങ്ങനെ കാറ്റാടി വാങ്ങാനായിട്ട് നമ്മുടെ കുഞ്ഞപ്പൂസ് കടയുടെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കടക്കാരൻ ചേട്ടൻ ഈ കാറ്റാടിയെല്ലാം അസംബിൾ ചെയ്യുകയാണ്, ഫിക്സ് ചെയ്യുകയാണ് കുഞ്ഞിന് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം നോക്കിയ ആള് അക്ഷമനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ കുഞ്ഞപ്പൂസ്. ആൾക്ക് ആദ്യം ആവശ്യമുണ്ടായിരുന്നത് വലിയ കാറ്റാടിയാണ് കേട്ടോ. അത് ഡിസ്പ്ലേക്ക് ഉണ്ടായിരുന്നില്ല, പാക്കറ്റിലായിരുന്നു. അപ്പോൾ നമ്മുടെ ചേട്ടൻ അത് പാക്കറ്റൊക്കെ പൊട്ടിച്ച് അസംബിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അസംബ്ലി എല്ലാം കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ആ പൂസിന് കൊടുത്തു. ആളത് നോക്കിയപ്പോഴത്തേനും കൊള്ളാം, കുഴപ്പമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വേണ്ട, വലിയ കാറ്റാടി വേണ്ട, ചെറുത് മതി, അതിനേക്കാൾ ചെറുത് മതി. അപ്പോൾ പിന്നെ ചെറുത് വാങ്ങിച്ചു. അപ്പൂസിൻ്റെ കാര്യം പറഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ. ഈ കാറ്റാടി കൈ കിട്ടിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ആൾ കറക്കി, പിന്നെ നേരെ മണ്ണിൽ കൊണ്ടുപോയി കുത്തി, പിന്നെ മണ്ണ് കൊണ്ട് മൂടിയിട്ട് ആളുടെ രീതിയിലുള്ള കളിയായി. രസമാണ് കേട്ടോ ശരിക്കും പറഞ്ഞത് കണ്ടു നിൽക്കാനായിട്ട്. നമ്മുടെ വൈപ്പിൻ ലൈറ്റ് ഹൗസ് ബീച്ച്, വളപ്പ് ബീച്ച്, പിന്നെ ഈ ചെറായി ബീച്ച്, ഇവിടെയൊക്കെ ഭയങ്കര റഷാണല്ലോ ഒരു ഈവനിങ് ടൈമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ. പക്ഷേ അത്ര റഷൊന്നും ഇവിടെ ഇല്ല. നമുക്ക് മനസ്സമാധാനമായിട്ട് ഫാമിലിയായിട്ട് വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്, ഒരു ബീച്ചാണ് അന്ധകാരനഴി ബീച്ച്. അപ്പോൾ ഇങ്ങോട്ടേക്കുള്ള ജേണിയും ഭയങ്കര രസകരമാണ് കേട്ടോ. ഭയങ്കര പ്രകൃതി രമണീയമാം വിധം എന്താ പറയുക, പ്രകൃതി നമുക്കായിട്ട് ഒരുക്കി വെച്ച കാഴ്ചകളുടെ നടുവിലൂടെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ഡ്രൈവ് ചെയ്ത് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ വൈറ്റില ഭാഗത്തു നിന്നൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് ഹൈവേ പിടിച്ചു വരാം. അത് എന്താ പറയുക, കുറച്ചും കൂടി ടൈം സേവിങ് ആണ്. നമുക്ക് പെട്ടെന്ന് എത്താനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഈ കുമ്പളങ്ങി വഴി വരാം. അപ്പോൾ ആ വഴിയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ കണ്ടക്കടവ് അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് ചെല്ലാന റൂട്ട് പിടിച്ച് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഭയങ്കര രസമാണ് കേട്ടോ. പ്രകൃതി നമുക്കായിട്ട് ഒരുപാട് കാഴ്ചകളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ശരിക്കും എന്താ പറയുക, ഈ രണ്ടാമത് പറഞ്ഞ കുമ്പളങ്ങി വഴിയാണ് വന്നത്. നമ്മൾ നേരത്തെ ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു പഴങ്ങാട്ട് പള്ളിയെക്കുറിച്ച്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടേക്കുള്ള യാത്രയ്ക്ക് ഇടയിലാണ് പള്ളിയിൽ കയറിയത്. അപ്പോൾ പള്ളിയിൽ കയറി അവിടെ കുറേ നേരം ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തു. അതിനുശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് അന്ധകാരനഴി ബീച്ചിലേക്ക് എത്തിയത്. അപ്പോൾ ഈ വഴിയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യാത്ര ഭയങ്കര ആസ്വാദ്യകരമാക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വഴിയാണെങ്കിൽ നിങ്ങൾക്ക് ടോളൊന്നുമില്ല കേട്ടോ. അതേസമയം ബൈപ്പാസ് വഴിയാണെങ്കിൽ നിങ്ങൾക്ക് ടോള് കൊടുക്കേണ്ടതായിട്ട് വരും. ബീച്ചിൽ വന്നാൽ പിന്നെ സമയം പോകുന്ന അറിയില്ല, പ്രത്യേകിച്ച് കുട്ടികളായിട്ട് വരികയാണെങ്കിൽ. എന്താ കാണിച്ച ഓഫീസ് നേരത്തെ? എന്താടി ഭാവി കാണിച്ചേ? ഓ എന്താടാ പൂസത്താ കാണിക്കണേ? പ്രളയമാണോ അത്? വേണോ ചോദിക്കണേ? ഞാനൊരു സാധനം ഉണ്ടാക്കാൻ പോണേ. ഞാനുണ്ടാക്കട്ട സാധനങ്ങളൊക്കെ എനിക്കുണ്ടാക്കി. ഞാനും ആദ്യം ഉണ്ടാക്കുന്നത് വലിയ ബിൽഡിംഗ് ഉണ്ടാക്കാം മമ്മി. ബാവ വീടാ ഉണ്ടാക്കണേ അല്ലേ പൂസേ?
ആ വീടുണ്ടാക്കിയേക്കണ് എന്റെ ബട്ടർഫ്ലൈ ശരി കളഞ്ഞിട്ട് പോണോക്ക് വാവെന്താ നമ്മളെ ഒരു ബട്ടർഫ്ലൈ ഉണ്ടാക്കിയതിനെ കൊന്നു. അപ്പൂടെ കാറ്റാടി അപ്പു കുഴിച്ചിട്ടാ ഇവിടെ കുഴിച്ചിട്ടാടോ താൻ കുഴിച്ചിട്ടാടോ കുഞ്ഞുമാവേ എന്താണെന്ന് പറയാം. നിന്റെ ടൈറ്റാനിക്ക് ഇപ്പൊ മുക്കൂന്ന് പറഞ്ഞിട്ടാ പൂജ എന്താടാ കണ്ടാ നീ കാണിച്ചത് മമ്മി ഉണ്ടാക്കാൻ വെച്ചതൊക്കെ പൊളിച്ചു കളഞ്ഞ് മമ്മിയുടെ ബിൽഡിങ് കൊള്ളൂലെന്ന് അങ്ങനെ സൺസെറ്റ് കണ്ടു. ഇനി ബീച്ചിനോട് ബൈ പറയാനുള്ള സമയമായി. പപ്പക്ക് വേണ്ടടാ അണ്ണ അങ്ങനെ പാടില്ല കേട്ടോ. ഇനി വാവ വിളിക്കൂലല്ല. ഇല്ല നല്ല കുട്ടിയല്ലേ വാവ, ഗുഡ് ബോയ് ആണല്ലേ. ഐസ്ക്രീമിന് ശേഷം ബൺമസ്കയും ചായയും കഴിച്ചു. നന്നായിരുന്നു കേട്ടോ. അന്ധകാരനഴി ബീച്ചിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഇവിടെ ഫുഡിന് യാതൊരുവിധ ക്ഷാമവും ഇല്ല കേട്ടോ. ഐസ്ക്രീം ആണെങ്കിലും അട്ടാണി ആണെങ്കിലും പിന്നെ നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ട പൊറോട്ടയോ ചപ്പാത്തിയോ കപ്പയോ അങ്ങനെ ഹോട്ടൽ ഐറ്റംസ് ആണെങ്കിലും എല്ലാം ഈ ബീച്ചിനോട് ചേർന്ന് തന്നെ നമുക്ക് ലഭ്യമാകും. അപ്പുസേ തൻ്റെ കയ്യിപ്പോൾ കഴിച്ചല്ലേ ഉള്ളൂ? തൻ്റെ കയ്യിപ്പോൾ കഴിച്ചല്ലേ ഉള്ളൂ? ബീച്ചിൽ ഇഷ്ടം പോലെ തട്ടുകടകളുണ്ട് കേട്ടോ. അങ്ങനെ ഒരു തട്ടുകടയിൽ കയറി ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഓർഡർ ചെയ്തത് കപ്പയും കല്ലുമ്മക്കായുമായിരുന്നു. രണ്ടും നന്നായിരുന്നു കേട്ടോ. കല്ലുമ്മക്കായുടെ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് കല്ലുമ്മക്കായാണ് കിട്ടിയത്. കപ്പയും നല്ല വെണ്ണ പോലത്തെ കപ്പയായിരുന്നു. രണ്ടും നല്ല ഒരു കോംബോ തന്നെയായിരുന്നു. അങ്ങനെ സൺസെറ്റ് കണ്ടു, ഭക്ഷണവും കഴിച്ചു. ഇനി വിട പറയുകയാണ്. പുതിയൊരു വിശേഷവുമായി വീണ്ടും വരുന്നതുവരേക്കും ബൈ.